എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ക്ലീനിങ് റൊട്ടീൻ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ചിട്ടയോട് കൂടിയിട്ട് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യുക എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ വീട്ടിലത്തെ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്ലീനിങ് പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ അങ്കൻവാടിയിലൊക്കെ കൊണ്ടാക്കി വന്നിട്ടാണ് ഞാൻ ക്ലീനിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ ഈ ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ ഈ റൂമിൽ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ഡീപ്പ് ക്ലീനിങ് തന്നെ പറയാം. കുറച്ച് പൊടിയൊക്കെ വന്നിട്ടുണ്ട്. അതായത് സൈഡിലൊക്കെ മുക്കും മൂലയിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു മാറാലകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാനത് ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് പുതപ്പൊക്കെ അത് നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി അടുത്ത പരിപാടി നമ്മളിതാ ജനലിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ജനലുകളൊക്കെ ഒന്ന് തുറന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ പൊടി പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ വേഗം പോയിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇത് ക്ലീനിങ് പരിപാടിയിലാണ് കേട്ടോ. നമ്മുടെ മാറാല തട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ചെയ്യുക അടിച്ച് വാരി തുടയ്ക്കും കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു റൂമിലേക്ക് പിന്നെ വരേണ്ട ആവശ്യം വരില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് ഈ റൂം അടിച്ചു വാരിയിട്ട് പിന്നെ ഇവിടെ തുടച്ചതിന് ശേഷം അപ്പുറത്തെ റൂമിലോട്ട് പോകും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. നമ്മളിതാ രണ്ടാമത്തെ റൂമിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇതേപോലെ തുണികളൊക്കെ ഇടാനും പിന്നെ അതേപോലെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കിടക്കാനുള്ള റൂമാണ് ഈ ഒരു റൂം കേട്ടോ. അപ്പോൾ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ അതാണ് ഇനി നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ.
റൂമിലത്തെയും പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞാൻ കയ്യോടെ തന്നെ അവിടെ നിന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇതേ ഹാളിലാണ് കേട്ടോ. ഹാളിൽ ഫാനിൽ കുറച്ച് പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തു. പിന്നെ നിറച്ച് സ്വത്തുകുട്ടിയുടെ കളിപ്പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് എത്ര എടുത്തു വെച്ചാലും വീണ്ടും പരക്കുന്ന ഒരു ഐറ്റംസാണ് കുട്ടികളുടെ ഐറ്റംസ് അല്ലേ. അപ്പോൾ അത് കാരണം വലിയ കാര്യമുള്ള രീതിയിലൊന്നും ഞാൻ എടുത്തു വയ്ക്കാറൊന്നുമില്ല. ഒരു സൈഡിലേക്ക് ഞാൻ എടുത്തു വെക്കും കേട്ടോ. പിന്നെ അവിടുത്തെ സോഫകളും സെറ്റുകളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോ. ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇരുന്നിട്ടൊക്കെ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ ചെറിയ പൊടികളും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അവിടെ ഒന്ന് അടിച്ചു വാരി തുടയ്ക്കണം നമുക്ക് കേട്ടോ. പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് പോവും. പിന്നെ ഒരു റൂമും കൂടി ഉണ്ട്. പക്ഷെ അത് എന്നും ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വരിക എന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് ആയിട്ടൊന്നും ചെയ്യാറില്ല കേട്ടോ. അവിടെ ഈ പറയുന്ന പോലെ ഒരു അലമാരി ഉണ്ട്. എൻ്റെ തയ്യൽ മെഷീനും ഉണ്ട് കേട്ടോ. അതങ്ങനെ യൂസൊന്നും ചെയ്യാറില്ല. അപ്പോൾ അത് കാരണം അവിടെ വലിയ പണി വരാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ ഇതാ ഹോളം തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അവസാനം എത്തുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്. അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിൻ്റെ തറയൊന്നും അടിച്ച് തുടയ്ക്കണം. കിച്ചണത്തെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ഡൈനിങ് ടേബിൾ ഹാളിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് അടിച്ചു വാരുന്നുണ്ട്. പിന്നെ ഇവിടെയും കൂടി ഒന്ന് തുടച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ക്ലീനിങ് പരിപാടി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഓർഡർ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂമിൽ നിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കിച്ചണിൽ നിന്ന് തുടങ്ങാം, അല്ലെങ്കിൽ ബെഡ്റൂമിൽ തന്നെ തുടങ്ങാം, അല്ലെങ്കിൽ ഹാളിൽ നിന്ന് തുടങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.